ഞാനാണ് ബണിമാൻ. ലോകത്തെ ഞാൻ ആപത്തിൽ നിന്ന് രക്ഷിക്കും. ഞാനും തന്നെ. നീ ഏത് സൂപ്പർ ഹീറോ ആണ്? നീ ബണ്ണിമാൻ, ഞാൻ ഹണിമാൻ. എടാ ഹണിമാനെ, നീ എന്റെ അടുത്ത് കളിക്കരുത് കേട്ടോ. നമ്മളിൽ ആരാണ് ശക്തിമാനെന്ന് നമുക്കൊരു കൈ നോക്കാം. യാ. 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 എന്റെ അമ്മച്ചി. എടാ, ഈ തത്തമ്മേനന്റെ പഞ്ച് എങ്ങനെയുണ്ട്? പൊപ്പാട്ട്. ബണ്ണിമാൻ, യഥാർത്ഥ ശത്രു അവനാണ്. ഇടിക്കവനെ. നിക്കട അവിടെ, എങ്ങോട്ട് ഓടാൻ നോക്കുന്നേ? എന്താ ഇത്? കാട്ടുകാർ മേട ഇപ്പൊ പുറത്തേക്ക് പോയതേ ഉള്ളൂ. അപ്പോഴേക്ക് ഇവർ കളികൾ തുടങ്ങിയോ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിൽക്കാൻ. എടാ, എങ്ങോട്ടാ പോകുന്ന? മര്യാദക്ക് നിക്കടാ. എടാ, നിങ്ങളുടെ ഹീറോ വില്ലൻ കളി ഇതോടെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇത് കിറ്റിയുടെ ശബ്ദാണല്ലോ. എന്തിനാ കിറ്റി കരയുന്നത്? എന്റെ കൊച്ചളിയ, ഒന്ന് വേഗം വാ, നമുക്ക് കിറ്റിയെ രക്ഷിക്കണം. രാഷ്ട്രീയക്കാർ എന്നും കള്ളം പറയുന്നു. ഈ ചെറിയ കാര്യത്തിന് നീ എന്തിനു കരയുന്നു? അടികൈ. വേറൊന്ന് പറയാവേ. പായയുടെ പുറത്തു പായ, പായയുടെ പുറത്തു പായ, പുൽപ്പായ. നിനക്ക് കുടിക്കാൻ ഞാൻ ഇട്ട് തരാൻ നല്ല അസല് ചായ. അടികൈ. അവൾക്ക് കവിത ഇഷ്ടമല്ലെങ്കില് പിന്നെന്തിനെ പറയുന്നത്? അതെ, കവിത ഇഷ്ടമല്ലെങ്കിൽ നല്ല പാട്ട് പാടി കൊടുക്ക്. എടാ, അവൾ എന്റെ കവിത കേട്ടല്ല കരയുന്നത്. കരച്ചിൽ നിർത്താൻ വേണ്ടി ഞാൻ കവിത പറഞ്ഞോണ്ടിരിക്കുക. അടികൈ പറയാൻ മറന്നുപോയി. അതിന് ഞാൻ പറഞ്ഞത് കവിതയല്ല, കാര്യമാണ് പറഞ്ഞത്. കിടി, നീ എന്തിനാണ് കരയുന്നത്? എന്റെ ഡോളിന് വല്ലാത്ത വയറുവേദനയാ. കളിപ്പാട്ടത്തിന്റെ വയറ്റിന് വേദനയോ? അതെ, രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വയറുവേദനയല്ലേ? എങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചൂടെ? അടിച്ചു പൊളിച്ചു തിമിർത്തു. എടാ, ഡോളിനൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആരുമില്ല. ഉണ്ട്. അപ്പുറത്തെ സാറ് പറഞ്ഞായിരുന്നു, അദ്ദേഹത്തിന്റെ ഡോളിന് അസുഖം പിടിച്ചപ്പോ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചത്രേ. ഹണി, ഡോൾ അയാളുടെ കുഞ്ഞിന്റെ പേരാണ്. എന്റെ ഡോൾ എന്റെ കുഞ്ഞിനെ പോലെ തന്നെയാ. കുട്ടികളായാൽ കളിച്ചു വളരണം. ഡോളിനെ ചികിത്സിക്കാൻ ഡോക്ടർ പഠിച്ചു വരണം. അടികൈ. അതൊക്കെ ഞങ്ങള് നോക്കിക്കോളാം. കിറ്റി, ഞാൻ നിന്റെ ഡോളിനെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളാം. ഹണി, you are so sweet. ഞാനും സീറ്റ് തന്നെയാ. ഞാനും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാവേ. പോപ്പട്ട്, സർദാർ, അപ്പൊ നിങ്ങൾ സീറ്റ് അല്ലേ? അതെ. എന്നാ ഹോസ്പിറ്റലിൽ പോവാ. എന്നാ വാ. എന്റെ ഡോളിനെ നടത്തിക്കൊണ്ടുവല്ലേ? സ്ട്രെച്ചറിൽ കൊണ്ടുപോകണം കേട്ടോ. ഓക്കേ. അതാ കിടക്കുന്ന സ്ട്രെച്ചർ, വേഗം വാ. ഹണി, എന്താ? ആ സ്ട്രക്ചറിനെ പിടിക്ക്. കൊച്ചളിയ, മുകളിലേക്ക് പോവാ. വേഗം മുകളിലേക്ക് പോവാം. ഡോള് മിസ്സായ കിറ്റി വല്ലാതെ ദേഷ്യപ്പെടും.
ഇപ്പോൾ ഞാൻ തുടച്ചിട്ടതേ ഉള്ളൂ, അതിനു മുമ്പേ വീണ്ടും വൃത്തികേടാക്കി. ഹേ. താഴെ പോകാം. ആദ്യം നിങ്ങൾ പോ. ആദ്യം നിങ്ങൾ പോ. ആദ്യം നിങ്ങൾ പോ. അല്ല നിങ്ങൾ പൊക്കോ. എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ചൊക്കെ പോകാം. വരൂ. എന്റെ അമ്മച്ചി. എന്റെ കഥ ഇതോടെ തീർന്നു. സംശയമുണ്ടോ? എന്റെ അമ്മച്ചി. രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഡോൾ എവിടെ പോയി? ഫാന്റെ മുകളിലുണ്ട്. ആ, എന്തൊരു ചൂടാ ഇവിടെ. വേഗം പിടിച്ചോ. എന്തായാലും സെപ്റ്റിക്കിന്റെ ഇഞ്ചക്ഷൻ ഇടണം അല്ലേ ഈ പരിക്കുകളൊക്കെ? ഞങ്ങളെ വിട്ടേക്ക്. ഡോളിന് ചികിത്സിക്കേ. ഡോളിനെ ചികിത്സിക്കാനോ? അതെ, കിറ്റിയുടെ ഡോള് ആഹാരം ഒന്നും കഴിക്കുന്നില്ല. ഡോൾ ഒരിക്കലും ആഹാരം കഴിക്കില്ല കിറ്റി. ഞാൻ കിറ്റിയല്ല, ഡോക്ടറെ തെറ്റി. ഞാൻ ബണിയാണ്, ഐ മീൻ പൂച്ചയാണ്. അപ്പോൾ ഈ കിറ്റി ആരാണ്? ഞാനാണ് കിറ്റി. ഓ, എന്റെ കിറ്റി. ഡോൾ ഒരിക്കലും ആഹാരം കഴിക്കില്ല. എനിക്കറിയാം. മിസ് കാഡ്കർ എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പറഞ്ഞു തന്നു. അതെന്തായാലും കൊള്ളാം. കാഡ്കർ, നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. പാലുകൊണ്ട് പഞ്ചാമൃതം ഉണ്ടാക്കാൻ പറ്റുകയുമില്ല. നിങ്ങൾ പറഞ്ഞ കാഡ്കർ ഞാനല്ല, ഞാൻ ഖന്നയാണ്. അടികൈ. അല്ല, ഇതിൽ കൈയടിക്കാൻ മാത്രം എന്താ ഉള്ളത്? ഐ മീൻ, ലോകത്ത് ഒരുപാട് കന്നാമാരുണ്ടല്ലോ. അയ്യോ ക്ഷമിക്കണം, ഇങ്ങനെ പറഞ്ഞ ശീലമായി പോയി. പേടിക്കണ്ടെന്നേ, ഒറ്റ ഇഞ്ചക്ഷൻ മതി, എല്ലാം ശരിയാകും. പച്ചക്കറി കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലത്. എനിക്ക് എന്തിനു വേണ്ടിയാണ് ഈ ഇഞ്ചക്ഷൻ കൊണ്ടുവന്നത്? അടികൈ. അയ്യോ, കഴിക്കൂ. എനിക്കൊരു കാര്യം മനസ്സിലായില്ല. ഡോളിനെ ചികിത്സിക്കാനല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് ഇത്രയും പരിക്ക് പറ്റിയത്? എന്റെ കിറ്റി, അത് വലിയൊരു കഥയാ. എന്റെ അമ്മോ.